അസ്സലാമു അലൈക്കും. ഇസ്ലാമിന്റെ ഒരു നിയമമാണ് ഒരു പുരുഷന് 4 സ്ത്രീ വിവാഹം ചെയ്യാന്നുള്ളത്. ശരിക്കും അതൊക്കെ ഉള്ളയാണോ? നമുക്ക് നോക്കാം. അതായത് ഈ നിയമം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി എന്താ? അതെന്താണ്? പുരുഷന്മാർക്ക് അത്ര ബിൽഡപ്പ്, സ്ത്രീകൾക്ക് ഒരു വാല്യൂ ഇല്ലേ, കുറെ പേരെ അങ്ങ് കെട്ടിച്ചു കൊടുക്കാൻ. എന്നാൽ ഇസ്ലാമില് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു നിയമം ഉണ്ട്. പക്ഷേ പക്ഷേ കുറച്ച് കണ്ടീഷൻസും കൂടെ ഖുറാൻ വെക്കുന്നുണ്ട്. അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അത് കറക്റ്റ് ആയിട്ട് പാലിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു ദൗത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഖുറാൻ വാണിങ്ങും തരുന്നുണ്ട്. പിന്നല്ലാണ്ട് ചുമ്മാ ഇങ്ങനെയുള്ള ഓഫറുകൾ കൊടുക്കൂ. അതായത് ഇങ്ങനെ നിയമം എന്തിനു വന്നു, അതെന്തായിരിക്കും, അതിനുള്ള റീസൺ എന്തായിരിക്കും, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിയമത്തിൽ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നിർബന്ധമാണെന്ന്. ഈ നിയമം കേൾക്കുമ്പോൾ ചില ആളുകൾ അതിന്റെ സത്യാവസ്ഥ അറിയാണ്ട് ഖുർആനെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഖുർആൻ തന്നെ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നതെന്നുള്ളത് വ്യക്തമാക്കി തരും. പോരെ? നീതി പുലർത്താൻ കഴിയുകയില്ലെന്ന് തോന്നുന്ന പക്ഷം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പാടില്ല. ആർക്കുള്ള നീതി? അതറിയേണ്ടത് അത്യാവശ്യമാണ്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളെ ആവശ്യമനുസരിച്ച് 2 വീതമോ വിവാഹം ചെയ്യുക. ഇനി അവിടെ നീതി പാലിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം ഒരു സ്ത്രീയെ മാത്രം വിവാഹം ചെയ്യുക. നിങ്ങളുടെ പക്കൽ നിന്ന് അനാഥ കുട്ടികളുടെ പരിപാലന വിഷയത്തിൽ അനീതി വന്നു ഭവിക്കാതിരിക്കാൻ ഏറ്റവും ഉപയുക്തമായ മാർഗം ഇതാകുന്നു. മനസ്സിലായോ? ഇതിന്റെ വിശദീകരണമുണ്ട്. അനാഥ കുട്ടികളോടും നമുക്ക് ശരിക്കും നീതി കാണിക്കാൻ കഴിയുകയില്ലെന്ന് ഭയം തോന്നുന്ന പക്ഷം അനാഥ കുട്ടികളെ പരിപാലിച്ച് വളർത്താൻ വേണ്ടി കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്യുക കൂടി വേണം. ആ വിഷയത്തിൽ അത്രയും കനത്ത ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇതാണ് ഇവിടെ ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്നത്. ഏതെങ്കിലും സ്ത്രീകളായാൽ പോരാ, നല്ലവരായിരിക്കണം, ഇണങ്ങി ജീവിക്കുന്ന ആളായിരിക്കണം. അതുകൂടിയാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. ഈ വാക്യത്തിലെ പറയുന്നത് സ്ത്രീകളുടെ എണ്ണമോ ഇനമോ ഗുണദോഷങ്ങളോ അല്ല, അനാഥ കുട്ടികളുടെ സംരക്ഷണ മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ മനസ്സിലാക്കേണ്ടത്? അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. ഈ ജനറേഷനും ഈ പറഞ്ഞ നിയമത്തിനും ഇപ്പോ യാതൊരു ബന്ധവുമില്ല, അല്ലെ? ഇത് പഴയ നിയമമാണ്. പണ്ടത്തെ കാലങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അനാഥ കുട്ടികൾക്ക് ജീവിക്കാനുള്ള സ്പെഷ്യൽ പ്ലേസസുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ്, ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ നിയമം പാലിക്കുക. അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടും അത് ഒരിക്കലും ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു കാര്യം ഇവിടെ വാൺ ചെയ്യുന്നുണ്ട്. അതായത് ഈ പുരുഷന്മാര് വിവാഹം ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ അനാഥ കുട്ടികളായിക്കോട്ടെ, ഇവരോടൊക്കെ എന്താണ്, അനീതി കാണിക്കാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാലിക്കുവാണെങ്കിൽ മാത്രമേ ഈ മതം എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ.